ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് നമ്മളിവിടെ അടിപൊളിയാണ്. ആൻഡ് ഇന്ന് ആക്ച്വലി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചെറിയൊരു ഷോർട്ട് വെക്കേഷൻ വേണ്ടി പോവുകയാണ്. ആൻഡ് പോണത് നമ്മൾ സ്വന്തം നാട്ടിലാണ്. സോ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി. ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് 2:45 അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഇപ്രാവശ്യം പോടേന് മെയിനായിട്ട് റീസൺ ഉണ്ട്. അത് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ പോണ വിശേഷങ്ങൾ കാണാം ഫസ്റ്റ്. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് 10 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബിക്കോസ് അബുദാബി എയർപോർട്ടല്ലേ, ഓൾമോസ്റ്റ് ഒരു 1 hour 45 minutes ഉണ്ട്. ഇനി ഇൻ കേസ് വല്ല ട്രാഫിക്കോ പണിയോ വല്ല കിട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഇറങ്ങി. ഞങ്ങൾ ലഗേജ് ഒക്കെ കറക്റ്റ് വെയിറ്റ് ആയിരുന്നു. പക്ഷെ ബാക്ക് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 1 to 2 kilos കൂടുതലായിരുന്നു. അപ്പോൾ അതിന്റെ ടെൻഷൻ ആയിട്ടായിരുന്നു ഞാൻ എയർപോർട്ടിൽ എത്തിയത്. ബട്ട് ലക്കിലി അവിടെ സെൽഫ് സർവീസ് ഉണ്ടായിരുന്നു. ബോഡി പാസ് കിട്ടിയപ്പോഴാണ് വലിയൊരു സമാധാനമായി. ആ ഭാരം ഇറക്കി വെച്ചപ്പോൾ പിന്നെ വിശപ്പിന്റെ വിളി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് കുറേ ടൈമും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ലോഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് കയറി. അബുദാബി എയർപോർട്ടിലത്തെ പേൾ ലോഞ്ച് ഈസ് വൺ ഓഫ് ദി കൂളസ്റ്റ് ലോഞ്ച് എന്ന് കേട്ടിട്ടുണ്ട്. സോ അവിടെ കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ആൻഡ് ഫുഡാണെങ്കിലും കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാമില്ല, ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് ഞങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിങ്. പിന്നെ നമ്മളെ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ആകുമ്പോഴേക്കും നമ്മൾ ടൈമായി നമ്മൾ ഗേറ്റിലേക്ക് പോകാനുള്ള. സോ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഗേറ്റിലേക്ക് പോയി. ആൻഡ് ആസ് ഐ സെഡ്, അബുദാബി എയർപോർട്ട് ഈസ് ലൈക്ക് ഭയങ്കര വലിയ എയർപോർട്ടാണ്. സോ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു ഗേറ്റിലേക്ക്. ആൻഡ് സംതിങ് വിച്ച് ഐ ഹാവ് ടു സേ ഈസ് ഈ ഇത്തിഹാദ് ഫ്ലൈറ്റിൻ്റെ കസ്റ്റമർ സർവീസ് എന്തെന്നാ പറയാ, ലൈക്ക് ദേ വർ ലൈക്ക് സോ സ്വീറ്റ് എന്ന് പറയാം. സോ ഫ്രണ്ട്ലി, ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് തന്നെയാണെങ്കിൽ ലാസ്റ്റ് കയറുന്ന ടൈമിൽ അവർ നമ്മളെ ലഗേജ് കളക്ട് ചെയ്തു. പിന്നെ നമ്മളെ വിൻഡോ സീറ്റ് അവർ പ്രൊവൈഡ് ആക്കി തന്നു. ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു. ബട്ട് ഞങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയത് ഈ എയർക്രാഫ്റ്റ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് കുറച്ചുകൂടി വലുതായിരുന്നു. ബട്ട് ദിസ് വൺ വാസ് സ്മോൾ. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആക്ച്വലി നമ്മൾ പോയേ പറ്റൂ. സോ ദാറ്റ് വാസ് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. ആൻഡ് ഐ വാസ് തിങ്കിങ് ടു സ്ലീപ്പ് ആക്ച്വലി, കാരണം മോർണിംഗ് ഒക്കെ എണീറ്റ് നല്ല ടയേർഡായിരുന്നു. ബട്ട് ദെൻ അപ്പോഴാണ് ഈ ചേച്ചി വന്നത് ഫുഡായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് ഫുഡ് കഴിക്കാണ്ട് കിടക്കാൻ പറ്റില്ല. ആൻഡ് എനിക്ക് പൊതുവേ ഫ്ലൈറ്റിലത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി എന്ത് ഫുഡാണ് എന്ന് കാണാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. ആൻഡ് ടുഡേ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫുഡും ആയിരുന്നു ഈ ഡ്രൈഡ് ആയിട്ടുള്ള ഒണിയനും റീസിൻസ് ഒക്കെ ഇട്ടുള്ള ബിരിയാണി, പിന്നെ ബീട്രൂട്ട് സാലഡ്. ആൻഡ് മൈ ഫേവറേറ്റ് ഓഫ് ദി ഡേ വാസ് ഇസ് പാങ്കോ മോസ്. അയ്യോ, ഐ വാസ് ലൈക്ക് ലിറ്ററലി ഫാൻ ആയി പോയി അതിൻ്റെ. ആൻഡ് ആഫ്റ്റർ ഫുഡ് അഗെയിൻ ഐ ട്രൈ ടു സ്ലീപ്പ്, പക്ഷേ പറ്റിയില്ല. ആൻഡ് ഐ കേം അക്രോസ് ദിസ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ അവർ. ആൻഡ് ആ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ആക്കി ഇരുന്നപ്പോക്കും നമ്മൾ ലാൻഡ് ചെയ്തു ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക്. ആഫ്റ്റർ അവർ എമിഗ്രേഷൻ ആൻഡ് ലഗേജ് ഒക്കെ കളക്ട് ആക്കി നമ്മൾ പുറത്തിറങ്ങി. ബാംഗ്ലൂർ എയർപോർട്ട് ഈസ് ലൈക്ക് ലിറ്ററലി എ മിനിയേച്ചർ വേർഷൻ ഓഫ് ഫോറസ്റ്റ്. ദേ ഹാവ് ട്രൈഡ് ദെയർ ബെസ്റ്റ് ടു ഇൻകോപ്പറേറ്റ് മോസ്റ്റ് ഓഫ് ദി പ്ലാൻസ് ദേ കുഡ്. അങ്ങനെ നമ്മൾ പിക്കാക്കാൻ വന്ന സുഗു ഇസ് ലേറ്റ്. സോ ബൈ ദ ടൈം നമ്മൾ പുറത്തിരുന്ന് ഒരു ഡോണറ്റും കോഫിയൊക്കെ കഴിച്ച് അവരെ വെയിറ്റ് ആക്കി. ആൻഡ് ദർ വാസ് ദിസ് ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് സീസൺ ആയില്ല, ഇപ്പോൾ എല്ലായിടത്തും ക്രിസ്മസ് ട്രീ ഒക്കെയാണ്. ആൻഡ് ലേറ്റർ ഓൺ അവർ വന്നു. ദെൻ വി ഹെഡഡ് ഫോർ അവർ ഡിന്നർ. എന്താണെന്ന് അറിയില്ല, ആക്ച്വലി ഐ വാസ് നോട്ട് ഫീലിംഗ് ടു ഈറ്റ് എനി കൈൻഡ് ഓഫ് നോൺ വെജ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല പനീർ ബട്ടർ മസാല ഒക്കെ കഴിച്ച് സെറ്റാക്കി. ആൻഡ് വി ദെൻ ഹെഡഡ് ടു പെരിന്തൽമണ്ണ, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഒരു 9-10 hours ഉണ്ട് ഇവിടുന്ന്. ഞാൻ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എന്താല്ലേ, നല്ല സുട ദോശ, ഇഡ്ഡലി, ഗീ റോസ്റ്റ്
ഒക്കെ അടിച്ച് വിട്ട്. ആൻഡ് ആക്ച്വലി നമ്മൾ പോയത് ടു ഷിബ്ലീസ് നിക്കാഹിനായിരുന്നു. ദാറ്റ് വാസ് അവർ സർപ്രൈസ് ആക്ച്വലി, ബിക്കോസ് ഹി വാസ് നോട്ട് നോയിങ് വി വർ കമ്മിങ്. നമ്മൾ പറഞ്ഞു നമ്മൾ വരില്ല, വി വർ ബിസി വിത്ത് സം സ്റ്റഫ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിട്ടായിരുന്നു നമ്മൾ പോയത്. നമുക്ക് തീരെ റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവിടെ എത്തി ഡ്രസ്സ് ചേഞ്ച് ആക്കി നിക്കാഹിന് പോയി. സോ നമ്മൾ കല്യാണത്തിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയായി. ആരെ കല്യാണമാണല്ലേ, ഇതായിരുന്നു ഞങ്ങൾ സർപ്രൈസ് ആക്ച്വലി. ഞങ്ങൾ ഷിബിലീൻ്റെ നിക്കാഹിന് വേണ്ടിയിട്ടായിരുന്നു വന്നത്. സോ റെഡിയായി. ആൻഡ് ആക്ച്വലി എൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടോ? കണ്ടോ, ഇവിടെ ഫുൾ വർക്കാണ്, ആക്ച്വലി സ്റ്റോൺ വർക്കാണ്. ഞാനിത് വാങ്ങിയത് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന്. ഇത് സിമാൽ ബൈ ജുനൈദ. സോ ദിസ് തിങ് ഹാസ് ടു ബി സെഡ്. ആക്ച്വലി ഞാനിത് വാങ്ങിയപ്പോൾ തന്നെ ഈ ഡ്രസ്സ് കംപ്ലീറ്റ്ലി സ്റ്റോൺസ് ആണ് ഉള്ളത്. ആൻഡ് ഓപ്പണിംഗ് വീഡിയോ ഒക്കെ അവർക്ക് സെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, ബിക്കോസ് അതിൽ കുറേ സ്റ്റോൺസ് ഊരിക്കെടുക്കായിരുന്നു. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടപ്പോഴും കുറേ സ്റ്റോൺസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതായിരുന്നു. ബട്ട് അവരെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസോ ഇതിന് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നൊന്നും അവർ പറയുന്നുണ്ടായിരുന്നില്ല. സോ ഐ ഹാഡ് റിയലി ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് വിത്ത്. റെഡി ആയതിനു ശേഷം ഞങ്ങൾ കല്യാണത്തിന് പോയി. ആസ് ഐ സെഡ്, ഷിബ്ലിക്ക് ഇത് സർപ്രൈസ് ആയിരുന്നു. ഒബ്വിയസ്ലി ഷിബ്ലിൻ്റെ ഫേസിൽ കാണാൻ നമ്മളെ കണ്ടപ്പോൾ ഉള്ള ഒരു ഞെട്ടൽ. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി നമുക്ക് ഭയങ്കര ഹാപ്പിയായി ഷിബ്ലിനെ കണ്ട്. ആൻഡ് ഹി വാസ് സോ ഹാപ്പി ടു സീ us. അപ്പോൾ അതിന് നമ്മളും ആക്ച്വലി വന്നതിൽ ഭയങ്കര വേർത്തായ ഒരു ഫീലായിരുന്നു. സോ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോയി. ബിക്കോസ് ഇപ്പോൾ നമ്മളുള്ളത് പെരിന്തൽമണ്ണയിലാണ്. ഇനി നമ്മൾ വയനാട്ടിലെത്തണം. പോണ വഴിക്ക് നല്ലൊരു അടിപൊളി മഴയൊക്കെ കിട്ടി. ആൻഡ് വയനാട്ടിലെത്തുമ്പോഴേക്കും ഇരുട്ടായി. ആൻഡ് ചുരത്തിൽ ഭയങ്കര ഫോഗായിരുന്നു ഉണ്ടായിരുന്നത്, തീരെ വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോണ വഴിക്ക് നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് മീൻസ് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആസ് ഇഫ് നമ്മൾ ദുബൈയിൽ നിന്ന് വിളിക്കണ പോലെ വിളിച്ച് കുറേ നേരം സംസാരിച്ച്. ആൻഡ് ദേ വർ നോട്ട് നോയിങ് നമ്മൾ വന്ന കാര്യം. സോ കുറച്ചുകൂടി ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് സംസാരിച്ച് നമ്മൾ വീട് വരെ എത്തി. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ പുറത്താണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്. എന്നിട്ടാണ് ഞങ്ങൾ കാറ് കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് പുറത്തുനിന്ന് നടന്ന് ഉള്ളിൽ കയറി. ഡോറ് പുറത്തുനിന്ന് ലോക്കാക്കിയത് കാരണം എനിക്ക് സുഖമായിരുന്നു തുറന്ന് കയറാൻ വേണ്ടിയിട്ട്. കയറിയപ്പോൾ തന്നെ ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പ ആകെ ഞെട്ടിപ്പോയി. പിന്നെ അപ്പുറത്ത് ഉമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫോണൊക്കെ വിളിച്ച് വെച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുകയായിരുന്നു വെറുതെ. അപ്പോൾ ഞങ്ങളും കൂടിയും പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. ഫിദു ആക്ച്വലി ഉണ്ടായിരുന്നില്ല, ജിമ്മിന് പോയിക്കായിരുന്നു. സോ നമ്മൾ അടുത്ത പ്ലാന് എങ്ങനെ ഫിദുവിനെ സർപ്രൈസ് ആക്കുമെന്നായിരുന്നു. ആൻഡ് ഞങ്ങൾ വിളിച്ചിരുന്നു. ഫിദു വന്നപ്പോൾ പെട്ടെന്ന് ചാടി കയറി അവളും സർപ്രൈസായി. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആക്ച്വലി ഫിദുവിനെ കൊണ്ട് ഞാൻ ലീവൊക്കെ എടുപ്പിച്ച് എങ്ങോട്ടേലൊക്കെ പോവാന്നൊക്കെ പ്ലാൻ ആക്കി ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ജുമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലഞ്ചും കഴിച്ചപ്പോൾ വളരെയധികം ലേറ്റായി. അങ്ങനെ ഞങ്ങളെ പ്ലാനൊക്കെ സൈഡിലായിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു മുത്തങ്ങയിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് പോയി. ആൻഡ് അതും ഉറപ്പുണ്ടായിരുന്നില്ല, ചിലപ്പോൾ ജീപ്പൊക്കെ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ ജീപ്പ് ഉണ്ടായിരുന്നു. സോ അവിടെ പോയി അതിൽ കയറിയിട്ട് കുറേ ആനിമൽസിനൊക്കെ കണ്ട്. ആനിമൽസ് എന്ന് പറയുമ്പോൾ ആന, മാന്, പിന്നെ പീക്കോക്ക്, അങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് ആ ജീപ്പിലുള്ള യാത്ര ഭയങ്കര കുലുക്കൊക്കെ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബത്തേരിയിൽ എപ്പോഴും കയറാറുള്ള ഒരു ചായക്കട ഉണ്ട്. അവിടെ കയറി കുറേ കടികളുണ്ട്, അവിടെ വെറൈറ്റി ടൈപ്പ് ഓഫ് കടികൾസ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചായയും കടിയൊക്കെ കുടിച്ച് തിരിച്ച് നമ്മളെ വീട്ടിൽ പോയി. എന്നിട്ട് നമ്മൾ ഡിന്നറിനായിട്ട് മാനന്തവാടിയിലുള്ള ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹലോ മമ്മി കാണാൻ കയറി. അങ്ങനെ അതും കണ്ട് ആ ഡേ ഇതോട് കൂടിയിട്ട് അവസാനിപ്പിച്ചു. ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ രാവിലെ മോർണിംഗ് തന്നെ ഇറങ്ങി. ഉമ്മാനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു, ഉപ്പാനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. അതൊക്കെ ശേഷം ഞങ്ങളെ കൊണ്ടുപോയി കൽപ്പറ്റയിൽ ഡ്രോപ്പാക്കി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം നെസ്റ്റോയിൽ കുറച്ച് കറങ്ങി. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ടൈം നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 2:30. ഞങ്ങൾ തൊട്ടടുത്തൊരു തിയേറ്ററുണ്ട്. അപ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ വിചാരിച്ച് ടൈം കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൂക്ഷ്മദർശനിക്ക് കയറി. ആ മൂവി കഴിഞ്ഞ് ഇരിക്കുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. കുറേ ദിവസമായിട്ട് രാവിലെ തൊട്ടിട്ട് പുറത്ത് പോകണ കാരണം ഇന്ന് ഞങ്ങൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് സ്റ്റിൽ ഈവനിങ് ഞങ്ങൾക്ക് ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഞങ്ങൾ അങ്ങോട്ട് പോയി. പള്ളി ഉദ്ഘാടനത്തിന് ശേഷം അവിടെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അൻസാർ കോളാക്കിയത്. ഒരു കൽപ്പറ്റയിലുണ്ട്, അപ്പോൾ നമ്മളോട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം വന്നിട്ട്. അങ്ങനെ അൻസാറിനും സിൻസിനെയും ഷയാനൊക്കെ കണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്നലെ ഒരു 1 ഡേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോം റെസ്റ്റിന് ശേഷം ഞങ്ങൾ ഇന്ന് പോകുന്നത് മൈസൂരാണ്. അപ്പോൾ മുനു ഓൾറെഡി ഇന്നലെ പോയി മൈസൂർക്ക്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൈസൂർക്ക് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 3/4 ടൈമും ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഗുണ്ടൽപേട്ടിൽ ഇറങ്ങി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് എണീറ്റ്. ഞങ്ങൾ മൈസൂർ എത്തി, റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ആക്ച്വലി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല ലേറ്റായി പോയി. വേറെ എവിടെയും പോകാനോ കാണാനോ ഒന്നും കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ മോർണിംഗ് നന്നായി കിടന്നുറങ്ങി. എണീറ്റപ്പോൾ നല്ല ലേറ്റും ആയി. ഇറങ്ങിയപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ 12 o'clock എന്തോ ആയി. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈവനിങ് തിരിച്ച് വയനാട്ടിൽ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് ലഞ്ച് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് പോണ വഴിക്ക് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നല്ല ബട്ടർ ഗുൽക്കണ്ട ബണ്ണ് കിട്ടും. അപ്പോൾ അതും വാങ്ങി ഒരു കരിക്കൊക്കെ കുടിച്ച് പോണ വഴിക്ക് ഈ റോഡ് സൈഡിൽ ഗോവ ഒക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ പോയി. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്ക് വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ തൗഫീക്ക് കയറിയിട്ട് നല്ല പൊറോട്ട ബീഫൊക്കെ വാങ്ങി കഴിച്ച് ലാസ്റ്റ് ഒരു ഫലൂഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയത്. നേരം പരപ്പരാ വെളുക്കുന്നു. ആൻഡ് ദ ടൈം ഈസ് 6:24. ഞങ്ങൾ മോർണിംഗ് തന്നെ കോഴിക്കോട് പോകാൻ വേണ്ടി ഇറങ്ങി. കൂട്ടത്തിൽ ഫിദൂനെ ഡ്രോപ്പ് ആക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഡിസംബർ ടൈം ആയാൽ ഇവിടെ മോർണിംഗ് വളരെയധികം ഫോഗ്സ് ഒക്കെ ഉള്ള കാരണം മെല്ലെ വെളുക്കാറുണ്ട്. ഇറങ്ങിയ കാരണം രാവിലെ ഒന്നും കഴിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചുരം എത്തണം മുന്നായിട്ടുള്ള ഈ കഫേയിൽ കയറിയിട്ട് ചായയും ക്രൂസോണൊക്കെ ഓർഡർ ചെയ്ത്. പക്ഷെ ക്രൂസോൺ വാസ് ലൈക്ക് എനിക്ക് തോന്നുന്നു പണ്ടത്തെയാണ്. ചീസ് ക്രൂസോണാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ചീസും ക്രൂസോണൊക്കെ ഭയങ്കര ഒരു പഴയ ഒരു ഫീല് വരുന്നു. പിന്നെ തണുപ്പൊക്കെ ആയിട്ട് ആയിരിക്കും, ഭയങ്കര കട്ടിയൊക്കെ ആയിട്ടായിരുന്നു. കഴിക്കാനാവുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഒരു ഓട്സ് ബിസ്ക്കറ്റ് വാങ്ങി. അത് കഴിച്ചപ്പോൾ ഓക്കെ ആയി. തൽക്കാലത്തിന് താഴെ എത്തണ വരെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ ചുരത്തിലെത്തി. ആ ചുരം ഇറങ്ങുന്ന ഇടയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഈ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത്. നമ്മളെ കൂടെ തന്നെ ഇവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കുറച്ച് ഫണ്ണൊക്കെ ആയിരുന്നു. ബട്ട് ദെൻ പുറത്ത് നിന്നിട്ടുള്ള ഫണ്ണ് ഇനിയുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാറിലിരുന്നിട്ട് ഇവർ എൻജോയിങ് അവർ ചെയ്യുന്നൊക്കെ കണ്ടിട്ട് നോക്കിയൊക്കെ നിന്ന്. ആൻഡ് നമ്മളധികം ലേറ്റ് ആക്കാൻ നിന്നില്ല. സോ വി വെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് ഹൗസിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നല്ല പൂരി ബാജി, അപ്പം, മട്ടൺ സ്റ്റൂ ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു തീർക്കാൻ വേണ്ടി. പിന്നെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഫ്രണ്ടിനെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി, റൈസ് ഐറ്റംസ് ഒന്നും കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ കഫേ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. സോ ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി കയറി നോക്കി. നമ്മൾ ഓർഡർ വാസ് സ്വിസ് ചീസ് ബീഫ് ബർഗർ, പിന്നെ നാഷ്വിൽ ചിക്കൻ ബർഗർ, ആനിമൽ ലോഡഡ് ഫ്രൈസ് ആൻഡ് ചെറി ടാർട്ട് ലെമനേഡ് ആയിരുന്നു. ആൻഡ് എവറിത്തിങ് ടേസ്റ്റഡ് സോ ഗുഡ്. എന്തായാലും വൺസ് ട്രൈ ചെയ്യേണ്ട ഒരു കഫേയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്വിസ് ബീഫ് ബർഗർ ആയിരുന്നു. ഇറ്റ് വാസ് ടേസ്റ്റിംഗ് ലൈക്ക് എ ബ്രിസ്ക്കറ്റ് ബർഗർ.
പീപ്പിൾ. പിന്നെ ഞാൻ നാഷ്വിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് സ്പൈസി ആൻഡ് ഓയിലി ആൻഡ് ഓവറോൾ നല്ലതായിരുന്നു എല്ലാതും. ഫുഡടിക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് വയനാട്ടിൽ പോയി ബിക്കോസ് ഞങ്ങൾക്ക് നേരത്തെ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് പോണ വഴിക്ക് ഞങ്ങൾ ഈ നോളജ് സിറ്റിയിൽ കയറി നിസ്കാരമൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ശരിക്കും ഈ ചുരം കയറാൻ ഈ പകൽ ടൈമിലാണ് നല്ലത്. രാത്രി ഭയങ്കര ബോറിംഗ്. ചുരം കയറിയിട്ട് മേലെ എത്തണ സ്ഥലത്ത് ഒരു ചായവാല ഏരിയ ഉണ്ട്, ചായയും കടിയൊക്കെ ആയിട്ടുള്ളത്. അവിടെയും നല്ലതാണ്. അപ്പോൾ നമ്മളവിടെ കയറി ചെറുതായിട്ട് ചായയും കടിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോണ വഴിക്കാണ് അൻസാർ വിളിച്ചിട്ട് അൻസാർ വീണ്ടും കൽപ്പറ്റയിലുണ്ടെന്ന് പറഞ്ഞു. അൻസാറിനെയും എല്ലാവരും കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. ഫൈനലി ദ ഡേ ഹാസ് കം. ഞങ്ങൾ തിരിച്ചു പോകേണ്ട ദിവസമായി. സാറും സിൻസിയും എന്നെ പിക്ക് ചെയ്യാൻ വന്നു. എന്നെ ഒന്ന് വേ നമ്മൾ മുന്നോനും പിക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പോണ വഴിക്ക് ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു കഫേ കയറിയിട്ട് നല്ല ചുറപ്പത്തിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചായയൊക്കെ കൂടി അടിച്ച് നമ്മൾ പോണത് മൈസൂർക്കാണ്. ബിക്കോസ് നമ്മൾ ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മൈസൂരിൽ ബസ് എടുക്കാനാണ് പ്ലാൻ ഉള്ളത്. സോ നമ്മളിപ്പോൾ മൈസൂർക്കാണ് ആദ്യം പോകുന്നത്. എത്ര പെട്ടെന്ന് ആ ദിവസം പോയത്. ഞങ്ങൾ 10 days എല്ലാം ബിസി ആയിട്ട് ചടപ്പടയെന്ന് തീർന്നു പോയി. മൈസൂർ എത്തിയിട്ട് ഞങ്ങൾ സുഗൂസ് ടെറസിൽ കയറിയിട്ടുണ്ടായിരുന്നു. വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. സുഖം ഉണ്ടായിരുന്നില്ല, വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ കയറി ഇറങ്ങി. ഇത് വൺ ഓഫ് ദി മസ്റ്റ് ട്രൈ കഫേയാണ് മൈസൂരുള്ള ഡൗൺ ടൗൺ. അവിടുത്തെ ബർഗേഴ്സും പിസ്സാസൊക്കെ അടിപൊളി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇതിൻ്റെ തൊട്ടടുത്ത് മൈ ഫ്രോയോ ലാൻഡ് ഉണ്ട്. സോ അവിടെ പോയിട്ട് അതൊന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാനും ഷായനും കൂടിയിട്ട് തല്ലായിരുന്നു അതിനു വേണ്ടി. അങ്ങനെ ഞങ്ങൾ ടൈമായപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ഡ്രോപ്പാക്കി തന്ന് പിന്നെ ബസ്സിൽ കയറിയത് പിന്നെ ഓർമ്മയില്ല. ബാംഗ്ലൂർ വരെ കിടന്നു പറഞ്ഞു. പിന്നെ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പ്ലേസ് ഫോർ നേച്ചർ ലവേഴ്സ്. അവർ എന്തൊക്കെയോ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എ മിനിയേച്ചർ വേർഷൻ ഓഫ് വാട്ടർഫോൾ, പിന്നെ കാക്ടസ് ഗാർഡന്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉറങ്ങി എണീറ്റ കാരണം തോന്നുന്നുണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ടൈമുള്ളത് കാരണം ലോഞ്ചിൽ പോകാമെന്ന്. അങ്ങനെ ലോഞ്ചിൽ പോയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. പിന്നെ പകുതി ലൈനായിപ്പോക്കും അവരത് ക്ലോസും ചെയ്ത് ലോഞ്ച് ഫില്ലായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോ കഫേ കയറി ചെറിയൊരു പിസ്സ വീണ്ടും കഴിച്ച് ഞങ്ങൾ ആ ടൈം ആകുമ്പോഴേക്കും ഫ്ലൈറ്റിൻ്റെ ടൈമായി. ബോർഡിംഗ് കോൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. എഗെയിൻ ഐ വാസ് സോ സ്ലീപ്പി. എനിക്ക് നല്ല ഉറക്കം ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങി ആക്ച്വലി കുറച്ച് നേരം. അപ്പോൾ ഇതാ വീണ്ടും ഈ ചേച്ചി വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഓംലേറ്റും പിന്നെ ബേക്ക്ഡ് സോസേജസും പൊട്ടാറ്റോ വെജസും പിന്നെ ഫ്രൂട്ട്സും പ്രൊബയോട്ടിക്സ് ആയിട്ടുള്ള യോഗേർട്ട്, മാംഗോ യോഗേർട്ട് ആയിരുന്നു. പക്ഷെ അതൊന്നും കഴിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. നല്ല ഉറക്കം വന്നിട്ട് സംഭവം പകുതിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി. പിന്നെ എണീക്കണത് ഈ വ്യൂ ആയിട്ടാണ്. ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എമിഗ്രേഷനും ലഗേജ് കളക്ഷനും ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു ദുബായ് ഇബ്നു ബത്തൂത്ത മോളിലേക്ക്. അങ്ങനെ അവിടെ എത്തി. പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളെ കുട്ടി നാട്ടിലേക്കുള്ള ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു. ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് സജഷൻസും കമൻസും ഒക്കെ അറിയിക്കാം. ആൻഡ് ഐ വിൽ ബി കമ്മിങ് വിത്ത് എ ന്യൂ വീഡിയോ സൂൺ. സോ ടിൽ ദെൻ ബൈ ഫ്രം മീ.